നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോബി 65 ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്റ്റാർട്ടറാണ്. കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതിനായി ഞാനിത് 5 മിനിറ്റ് നേരം കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവർ കഴുകി എടുത്തിട്ടുണ്ട്, നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി 2 സ്പൂണ് മൈദ, 1 സ്പൂണ് കോൺഫ്ലവർ, 2 സ്പൂണ് അരിപ്പൊടി, ടേബിൾ സ്പൂണാണ് ഇടുന്നത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മല്ലിയില, കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ നല്ല കട്ടി തൈര്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. നന്നായി മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാറ്ററിലേക്ക് നമുക്ക് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് സമയമായി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി കടായിൽ എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരട്ടെ. ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം എണ്ണ ചൂടായത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ ആവണം. ഇനി
ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗോബി 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോളിഫ്ലവർ 65 എന്ന് പറയാം, ഞാനിങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റിയാണ്. ഇതിങ്ങനെ സോസിലൊക്കെ മുക്കി ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതിന് മുന്നേ സ്റ്റാർട്ടറായും ഉപയോഗിക്കാം. പിന്നെ ഇത് ചായൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടുതൽ വീഡിയോസ് നമ്മളെ ചാനലിൽ ഉണ്ടാവും, എല്ലാവരും കണ്ടു നോക്കണം നമ്മളെ ചാനലിൽ കയറിയിട്ട്.